ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പൊട്ടാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ ഈ പൊട്ടാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ പൊട്ടാറ്റോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊട്ടാറ്റോ ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിലേക്ക് 1 നുള്ള് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണ വരെ ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വരണം കേട്ടോ, എന്നാലാണ് ഈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണ വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ പോരായി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തലേ ദിവസം തന്നെ ബസ്മതി റൈസ് വേവിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള റൈസ് നമ്മൾ ചേർക്കുമ്പോൾ ഈ റൈസ് ഇതേപോലെയുള്ള റൈസ് ഐറ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ അത് കിട്ടും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള റൈസ് ചേർക്കാനായിട്ട് പറയണത്. അതല്ല അപ്പം വേവിച്ചിട്ടുള്ള റൈസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു സാലഡോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടി നമുക്ക് ഈ റൈസ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റൈസ് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ റൈസിൻ്റെ കൂടെ സാലഡും ചിക്കൻ ഫ്രൈയും ആണ് സെർവ് ചെയ്യണത്. അപ്പം നമ്മുടെ റൈസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.